ഈ വിഷുദിനത്തിൽ ഒരു മധുരമുള്ള വീഡിയോ തന്നെയായാലോ. മൂന്നാറിന്റെ ഉള്ളു തേടിയുള്ള യാത്രയിൽ അങ്ങനെ നമ്മൾ മറയൂരും എത്തി. അതെ, ഈ വിഷുദിനത്തില് നമ്മുടെ സദ്യകളിൽ ഒരു കഷ്ണം ശർക്കരയെങ്കിലും ചേർക്കാത്ത ആരേലും ഉണ്ടാവുമോ? ആരും ഉണ്ടാവും. ജാഗരിയും ഉണ്ടാക്കുന്ന ആദ്യത്തെ പ്രോസസ് ജ്യൂസ് എടുക്കുന്നതാണ്. അതിന്റെ മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ മെഷീൻ ഓൺ ആക്കിയിട്ട് കരിമ്പ് ഇതിന്റെ ഉള്ളിൽ കൊടുക്കും. അപ്പൊ ജ്യൂസ് വന്ന് ഈ ടാങ്കിൽ കളക്ട് ആവും. ഈ ചെറിയ ടാങ്കിൽ കളക്ട് അപ്പൊ തന്നെ പമ്പ് ചെയ്ത് ഈ പൈപ്പിലൂടെ ആ ഗ്രീൻ ടാങ്കിൽ പോയി നിറയും. അത് 1200 ലിറ്റർ ആണ്. 1200 ലിറ്റർ ആണ്. അത് 3 മണിക്കൂർ എടുക്കും അത് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് നിറയ്ക്കുമ്പോഴും അത് ഫിൽട്ടർ ആയിട്ടാണ് അത് നിറയണേ. ഈ പതകൾ വരുന്നുണ്ടല്ലോ, ഈ പത ജ്യൂസിൽ പോയത് ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട്. ഈ പദം മാറ്റാൻ വേണ്ടി നമ്മൾ സോഡ അപ്പക്കാരം ഇട്ട് കൊടുക്കും. അത് 1000 ലിറ്ററിനും 1 കിലോ റേഞ്ച് നമ്മൾ ഇട്ട് കൊടുക്കും. 1 കിലോ റേഞ്ചിൽ ഇട്ട് കൊടുക്കും. അതിങ്ങനെ ആ പത കോരി ആ ടാങ്കിൽ മാറ്റിട്ട് ഫ്യൂലായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യും. കത്തിക്കാൻ വേണ്ടി തന്നെ എടുക്കും ആ സാധനം. ഇത് ഫുള്ള് നമ്മൾ മാറ്റി കഴിയത്തില്ല. ഒരു അത്യാവശ്യം ഇത് മാറ്റിയില്ലെങ്കിൽ ശർക്കര ഒത്തിരി കറുത്തു പോകും. അതിന് വേണ്ടി അത്യാവശ്യം മാറ്റും. പിന്നെ 3 മണിക്കൂർ തിളപ്പിച്ച് വരുന്ന സമയത്ത് കുറച്ച് ഉണ്ണാമ്പ് ചേർത്ത് കൊടുക്കും. ഇത് 2-3 പ്രാവശ്യം ഉണ്ടാകും. ഒരു ടൈം അനുസരിച്ച് 2, പറ്റുവാണെങ്കിൽ 3. ഇത് 1000 ലിറ്റർ ഫുള്ളും. ഇവര് നിറയ്ക്കുന്ന അത്രേ കാച്ചത്തുള്ളൂ. ഫുള്ളാക്കി നിറക്കണം കാച്ചണമെന്നില്ല. അതിനനുസരിച്ച് ശർക്കര കിട്ടും. 1000 ലിറ്റർ ഫുള്ളും കാച്ചുവാണെങ്കിൽ നമുക്ക് 300 കിലോ റേഞ്ച് ശർക്കര നമുക്ക് കിട്ടും. ഒരു ബാച്ചിൽ തിളയ്ക്കുന്ന സമയത്ത് ചുണ്ണാമ്പ് കുറച്ചിട്ട് കൊടുക്കും. അതാണ് ഈ ലിക്വിഡ് സോളിഡ് ആക്കി വരാൻ വേണ്ടിയിട്ട്. അതാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നടുക്ക് വാൾ ഓപ്പൺ ചെയ്തിട്ട് അവർ മിക്സ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റും. അവിടെ ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഉരുണ്ടയാണെങ്കിൽ ഉരുണ്ട പിടിക്കും. ക്യൂബ് ആണെങ്കിൽ അപ്പൊ തന്നെ കോരി മോൾഡിൽ ഒഴിച്ചിട്ട് കയ്യിൽ പിടിക്കും. ചൂട് കാണും. വെള്ളം മുക്കി പിടിക്കും. ഇത്രേ ഉള്ളു പ്രോസസ്. ഇടുക്കിയുടെ കോടമഞ്ഞിന്റെ തണുപ്പിൽ വിളയുന്ന ഈ കരിമ്പ് പ്രകൃതിയുടെ മധുരത്തിൽ ഒളിപ്പിച്ച മറയൂർ ശർക്കര. ഈ ശർക്കരക്കൂട്ട് ലോകശ്രദ്ധ ആകർഷിച്ചതാണ്. ഇതിന് അയേണും കാൽഷ്യവും കൂടുതലാണ്. ഈ ശർക്കരക്ക് GI സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് ഈ മറയൂർ ശർക്കര. ഈ ശർക്കര ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ കൃഷി ചെയ്ത്, വർഷം മുഴുവൻ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടാണ്, കരിമ്പ് കൃഷി ചെയ്തിട്ടാണ് ആ കരിമ്പാണ് ഇവിടെ ഈ ശർക്കര ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ശർക്കരയുടെ പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇവിടുത്തെ കരിമ്പ് തന്നെയാണ്. ഈ കരിമ്പിന് മറ്റു ഭാഗത്തു നിന്ന് കിട്ടുന്ന കരിമ്പുകളേക്കാൾ വളരെ നേരിയതായിരിക്കും. ഈ തിന്നായിരിക്കും. ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തെ കരിമ്പ് കൂട്ടിയിട്ട് ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. വളരെ നേരിയ കരിമ്പാണിത്. അതിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെയാണ് ഈ മറയൂർ ശർക്കരയുടെ ആ ഒരു ക്വാളിറ്റിയുടെ പ്രത്യേകതയും ഉള്ളത്. 3 പേർ ചേർന്ന് ഇത് ഒരുപാട് സമയം, അതെ 3 മണിക്കൂറിലധികം സമയമാണ് ഇതിനെടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും സമയം ഈ ചൂട്ടിൽ നിന്നിട്ട് ഈ കരിമ്പിൻ്റെ ചണ്ടി തന്നെയാണ് ഈ ചൂടിന് വേണ്ടിയിട്ട് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു 3 പേർ നിന്നിട്ടാണ് ഈ കരിമ്പിൻ്റെ ഈ ശർക്കര ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. മറയൂർ ശർക്കരയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ഉപയോഗിച്ചിട്ടും ശീലിച്ചതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാനുള്ള വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേതായാലും ഈ ഒരു മുന്നാർ ട്രിപ്പോടെ നമുക്കത് കാണാൻ പറ്റി. ഇവിടെ തന്നെ ഇവരെ ഫാക്ടറി ഔട്ട്ലെറ്റും ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ, അതുപോലെ ചിപ്സായിട്ടും ശർക്കരയുടെ ചിപ്സായിട്ടും അതുപോലെ ഉണ്ടയായിട്ടും അതുപോലെ സ്ലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പിലുള്ളതും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മൾ അവിടെ പോയതിന് ശേഷം അവിടുന്ന് മെസ്സ എന്നുള്ളൊരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ ഫാക്ടറിയിൽ നിന്നായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ മെസ്സ എന്ന ബ്രാൻഡ് കണ്ടിട്ടുള്ളത്. അവരുടെ ഒരു പ്രൊഡക്റ്റായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടുന്ന് എല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ബാക്കി കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഡയറക്റ്റ് വാങ്ങുന്ന സമയത്ത് വിലയുടെ കാര്യത്തിലും നല്ലൊരു വ്യത്യാസം അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പുറകെ കാണുന്നതൊക്കെ കരിമ്പ് കൃഷിയാണ്. ഈ പുറകിലുള്ള ഈ വയലിലൊക്കെ കരിമ്പ് കൃഷിയാണ് ചെയ്തിട്ടുള്ളത്.
കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷമാണ് അപ്പുറത്തെ ട്രേയിലേക്ക് ഈ മിശ്രിതം അവർ മാറ്റുന്നത്. നല്ലൊരു ശർക്കര പായസം കുടിച്ചതിൻ്റെ ഒരു എഫക്റ്റായിരുന്നു അവിടെ നമുക്ക് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത്, ഇത് കാണുന്ന സമയത്ത്, വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം ഇത് കാണുന്ന സമയത്തും നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ മധുരത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ മധുരമുള്ള ഒരു വിഷു ആശംസകളും എല്ലാവർക്കും നേരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.